Welcome to US Tutor, the Economics Learning Center. Today I'm going to start a new topic, complementary goods and substitute goods. Complementary goods are those where one commodity having utility and is demanded only when the second related good is also available. Or it is those goods used together to satisfy a particular want. നമുക്കറിയാം നമ്മൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ട് കോംപ്ലിമെൻ്ററി ഗുഡ്സ് അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ലേ. അപ്പോൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദോസ് ഗുഡ്സ് ഹൂസ് യൂസ് ഇസ് റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് എൻ അസോസിയേറ്റഡ് ഓർ പെയർഡ് ഗുഡ്സ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഏത് ഗുഡ്സാണോ അതിൻ്റെ യൂസ് മറ്റൊരു ഗുഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ പെയറായിട്ടുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്സിന് അതിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ യൂട്ടിലിറ്റി കിട്ടണമെങ്കിൽ മറ്റൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു പെയർഡ് ആയിട്ടുള്ള ഒരു ഗുഡ്സ് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഈ പെയർഡ് ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. രണ്ട് ഗുഡ്സ് നമ്മൾ ഒരുമിച്ച് അത് ഏതെങ്കിലും ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, ഒരു പെർട്ടിക്കുലർ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഗുഡ്സ് ഒരുമിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് അല്ലെ കമ്മോഡിറ്റികളെയാണ് എന്ത് വിളിക്കുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ബോൾ പെൻ വിത്തൗട്ട് ഇറ്റ്സ് റീഫിൽ ഈസ് യൂസ്ലെസ്, റൈറ്റ്? ഒരു ബോൾ പെന്ന്, ആ ബോൾ പെന്നിന് റീഫിൽ ഇല്ലെങ്കിൽ അത് യൂസ്ലെസ് ആണ് അല്ലേ. അതും എന്താണ്? നമുക്കൊരു കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനം അല്ലെ. ഒരു ബോൾ പെൻ എന്ന് പറയുന്നത് എന്താണ്? റീഫില്ലില്ല. നമുക്ക് നോർമലി അറിയാം റീഫില്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിക്കലും മാറ്റിയിടും അല്ലേ. അപ്പോൾ ആ ബോൾ പെന്ന് നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്താണ്? റീഫിൽ എന്നൊരു സെക്കൻഡ് ഗുഡ്സും കൂടി അവൈലബിൾ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോൾ പെന്ന് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ബ്രിക്സ് ആൻഡ് സിമെൻറ്റ്സ് ഉണ്ട്, പെൻ ആൻഡ് ഇങ്ക് ഉണ്ട്, ഷൂസ് ആൻഡ് സോക്സ്, ഷൂസ് ആൻഡ് പോളിഷ്ഡ്, പെൻസിൽസ് ആൻഡ് ഇറേസേഴ്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ് ആൻഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. നമുക്കറിയാം നമ്മളൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഈവൺ ഫോൺ ആയിക്കഴിഞ്ഞാൽ പോലും നമ്മളെന്താണ് ഫസ്റ്റ് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളതിൽ ഒരുപാട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാ പറഞ്ഞത്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നമുക്ക് ഒരു പെർട്ടിക്കുലർ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും വേണം. അപ്പോൾ ഈ രണ്ട് ഗുഡ്സും നമുക്ക് ഓൾടുഗദറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ വാണ്ട്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഗുഡ്സ്, അതായത് ഒരു ഗുഡ്സിൻ്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് ഗുഡ്സോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ഗുഡ്സ് കമ്മോഡിറ്റി അവൈലബിൾ ആയാൽ മാത്രമേ ആ ഗുഡ്സിന് ഡിമാൻഡ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രണ്ട് ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. കാർ ആൻഡ് പെട്രോൾ, കാർ ആൻഡ് ഡീസൽസ് ഒക്കെ എന്താണ്? കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ടീ ആൻഡ് ഷുഗർ നമുക്ക് പറയാം. പെൻ ആൻഡ് ഇങ്ക്, നമ്മളെ എന്താണ് പെന്ന്, നമ്മൾ ഇങ്ക് പെന്നില്ലേ. അപ്പോൾ ആ പെന്നിന് എന്താണ്? പെന്നിൻ്റെ യൂസ് നമ്മൾ റൈറ്റ് ചെയ്യാനല്ലേ, അല്ലെങ്കിൽ എന്താണ് നമ്മളതിൻ്റെ യൂസ് അത് നമുക്കൊരാവശ്യം നമ്മളൊരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആ പെന്നിന് ഇങ്കും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യുന്നുള്ളൂ? അത് നമുക്കുള്ള വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പെന്നും ഇങ്കും അല്ലെങ്കിൽ പെൻസിലും ഇറേസേഴ്സും അല്ലെ ഷൂവും പോളിഷും അല്ലെ ഷൂസും സോക്സും അല്ലെങ്കിൽ എന്താണ് കാർ ആൻഡ് പെട്രോൾ, അതായത് രണ്ട് ഗുഡ്സും നമ്മൾ ഒരേപോലെ, അതായത് ഒരു ഗുഡ്സിൻ്റെ അതായത് നമുക്കൊരു നമ്മുടെ മനുഷ്യൻ്റെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഗുഡ്സ്, രണ്ട് കമ്മോഡിറ്റീസ് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് എന്ത് പറയുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് ഇസ് ദോസ് ഗുഡ്സ് ഹൂസ് യൂസ് ഇസ് റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് എൻ അസോസിയേറ്റഡ് ഓർ പെയർഡ് ഗുഡ്സ്. നമ്മൾ എന്ത് ചെയ്യുക? ഒരു പെയറായിട്ടുള്ള ഗുഡ്സ്, അതായത് ഒരു ഗുഡ്സ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ പെയറായിട്ടുള്ള വേറൊരു ഗുഡ്സും കൂടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗുഡ്സിന്, അതായത് എ എന്ന ഗുഡ്സ് നമുക്ക് നമ്മളൊരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ, നമ്മുടെ ഒരു ആഗ്രഹം സബലീകരിക്കാൻ, നമ്മളൊരു ആവശ്യം എന്താണ് സാറ്റിസ്ഫൈ ചെയ്യാൻ എ എന്നൊരു ഗുഡ്സ് നമ്മൾ ഒരു കമ്മോഡിറ്റി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് വേണം? ബി എന്ന ഗുഡ്സും ആ സമയത്ത് അവൈലബിൾ ആയാൽ മാത്രമേ നമുക്ക് എ എന്ന ഗുഡ്സ് കൊണ്ട് നമ്മുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിൽ അങ്ങനെയുള്ള രണ്ട് പെയർഡ് കമ്മോഡിറ്റീസ് അല്ലെ ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത്. ഗുഡ്സ് ആർ കോംപ്ലിമെൻ്ററി വെൻ ദേ ആർ ഡിമാൻഡഡ് ടുഗദർ
Changes in the price of one affect the demand for others. If the price of refill falls, the demand for ball pen will go up. അല്ലേ, നമുക്കറിയാം റീഫിലിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ ബോൾ പെന്നിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, കൂടും അല്ലേ. കാരണം റീഫില്ല് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതലായിട്ട് നമുക്ക് റീഫിലിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ ബോൾ പെൻ നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ബോൾ പെന്നിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടും. കാരണം എന്താണ്, ഇത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. ആൻഡ് വൈസ് വേഴ്സ, ഓപ്പോസിറ്റും ഉണ്ടാവാം. ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് ഈസ് നോൺ ആസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് and is represented by a downward sloping curve as shown in the figure. Substitute goods. Substitute goods refers to alternative goods to any particular product that can be used as a replacement for the original product or good. Substitute goods means those goods that can be substituted for each other. For instance, tea and coffee, motorcycle and scooter, etc. are substitutes. Substitute goods എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അതായത് ഒരു പ്രോഡക്റ്റ് ഒരു പേർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രോഡക്റ്റ് ഒന്നിന് പകരം മറ്റൊന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള കമ്മോഡിറ്റീസിനെയാണ് അല്ലെ ഗുഡ്സുകളെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ടീ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോഫി യൂസ് ചെയ്യാം അല്ലേ. അല്ലെങ്കിൽ എന്താണ്, ഇപ്പോൾ സ്കൂട്ടർ ഓർ മോട്ടോർ സൈക്കിൾ, അതായത് ഒന്നിന് പകരം മറ്റൊന്ന്, പെപ്സി ഓർ കൊക്കക്കോള, അതായത് ഒന്നിന് പകരം മറ്റൊന്നായിട്ട്, അത് ഒരു കമ്മോഡിറ്റിക്ക് പകരം മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മുടെ എന്താ പറയുക, നമ്മളെ പെർട്ടിക്കുലർ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള കമ്മോഡിറ്റീസിനെയാണ്, ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. It means any two or more goods that can used for the same purpose. അതായത് രണ്ടിൽ കൂടുതൽ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു പേർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിന് പകരം മറ്റൊന്നായിട്ട് നമുക്ക് ഒരു ഗുഡ്സിന് പകരം അല്ല ഒരു കമ്മോഡിറ്റീസിന് പകരം മറ്റൊരു കമ്മോഡിറ്റീസ് നമ്മളെ പേർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിന് കമ്മോഡിറ്റീസിനെയാണ് എന്ത് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒന്നിന് പകരം മറ്റൊന്ന് എന്നുള്ളതിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ടീ അല്ലെങ്കിൽ കോഫി. Therefore, changes in the price of any one of these goods is likely to affect the demand for the other. If the prices of coffee falls, consumer may substitute coffee for tea. Thus, demand for tea shall come down even though its price has not changed. എന്തായിരിക്കും, അതായത് ഒരു കോഫിയുടെ പ്രൈസ് കുറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ പേർപ്പസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഇപ്പോൾ രണ്ട് ഗുഡ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ കോഫി അല്ലെങ്കിൽ ടീ ആണെങ്കിൽ ഇപ്പോൾ കോഫിയുടെ പ്രൈസ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കൺസ്യൂമർ എന്ത് ചെയ്യും, ടീ ആണ്, കോഫിക്ക് പകരം ടീ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടീൻ്റെ ഡിമാൻഡ് എന്തായിരിക്കും, ഷാൾ കം ഡൗൺ, അത് കുറയും അല്ലേ, ടീൻ്റെ ഡിമാൻഡ് കുറയും. പ്രൈസ് എന്തായിരിക്കും, ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് പ്രൈസ് ഹാസ് നോട്ട് ചേഞ്ച്ഡ്, പ്രൈസിൽ വലിയ വ്യത്യാസം ഉണ്ടില്ലെങ്കിൽ ടീൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറഞ്ഞു വരും അല്ലെ, കം ഡൗൺ ആവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അതായത് രണ്ട് വസ്തുക്കൾ നമുക്ക് ഒന്നിന് പകരം മറ്റൊന്നായിട്ട്, അല്ലെങ്കിൽ അത് സ്കൂട്ടർ ഓർ ബൈസിക്കിൾ, കൊക്കക്കോള നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കൺസ്യൂമർ ആണെങ്കിൽ ഇപ്പോൾ കൊക്കക്കോള ഓർ പെപ്സിയാണ് അവരുടെ മുന്നിലുള്ള ചോയ്സ്. ഇപ്പോൾ കൊക്കക്കോളക്ക് പ്രൈസ് കൂടുതലാണ്, അല്ലെങ്കിൽ കൊക്കക്കോളക്ക് പകരം പെപ്സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒന്നിന് പകരമായിട്ട് മറ്റൊരു വസ്തു വെച്ചിട്ട് നമ്മളെ പേർപ്പസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുഡ്സിനെയാണ്, കമ്മോഡിറ്റീസിനെയാണ് എന്ത് വിളിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. This shows that demand for substitute goods move in the opposite direction and its slope of the demand curve is positive. That is, the demand curve slope upward from left to right as shown in the figure. This type of relationship between demand for commodity and prices of the related commodity is also known as cross demand. Cross demand means the relationship between demand for a commodity and price of the related commodity is called cross demand.